മുൻപോട്ട് വന്നിട്ട് അതിനുശേഷം പാസ്റ്റർ സജോ തോണിക്കുഴി ചില വാക്കുകൾ. കഴിഞ്ഞ 8 വർഷമായി കർത്താവിന് വേണ്ടി തെരുക്കളിൽ ശക്തമായി സംസാരിച്ച പ്രിയ സഹോദരൻ്റെ ദേവയോഗത്തെ ഫേസ് ചെയ്യുവാൻ ഞാൻ അതീവ ദുഃഖിതനാണ്. കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പ് റാസൽ കൈമയിൽ നിന്ന് ഒരു യുവാവിനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെട്ട് എനിക്കൊരു വിടുതൽ പ്രാപിക്കണം, ഞാനൊരു വല്ലാത്ത കുരുക്കിലകപ്പെട്ടിരിക്കുന്നു, എനിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നെ പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിന് കൊടുത്ത നമ്പറാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഞാനുമായി ബന്ധപ്പെടുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തൽഫലമായി തനിക്ക് അനുഭവപ്പെട്ട ആ വിഷയത്തിൽ നിന്ന് തനിക്കൊരു വിടുതൽ കിട്ടി. താൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ നാട്ടിൽ വന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ആ സന്ദർഭത്തിൽ UAE വിസിറ്റിനായി എൻ്റെ മകൻ ജോ യോഹന്നാൻ പാസ്റ്റർ ശുശ്രൂഷയിലായിരുന്നു. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇതുപോലൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് നമ്പർ തരാം, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുവാൻ 2 പേരെ അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൽ അയക്കുവാനിടയായി തീർന്നു. അവിടെ ചെന്ന് കാണുമ്പോൾ മദ്യപിച്ച് മതോമത്തനായി തീർന്ന് മദ്യക്കുപ്പികളുടെ നടുവിൽ കഴിയുന്ന ഒരു ഉണ്ണികൃഷ്ണനെയാണ് കണ്ടത്. ആ സന്ദർഭത്തിന് ശേഷം എന്നെ പല പ്രാവശ്യം അദ്ദേഹം വിളിച്ചു. ഒരു ഹോപ്പില്ലെന്നുള്ള മനസ്സോടുകൂടി ഞാൻ ഒഴിവൊഴി പറഞ്ഞു. എങ്കിലും അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ വരികയാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. വന്ന് കാണുക, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ റാസൽ കൈമയിൽ നിന്ന് വന്നാണ്, ഉണ്ണികൃഷ്ണനാണ്, എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുറച്ച് ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, സാവകാശത്തിൽ അല്പം ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ ഉടനെ തിരിച്ചു പോകും, എന്നെ നാളെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവസേനയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതിൻ്റെ അനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം സ്നാനം ക്രമീകരിച്ച് സ്നാനം നടത്തി. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹം 1-2 റൂട്ടിൽ യാത്ര ചെയ്ത ശേഷം പിറ്റേ ദിവസം വൈകിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. വളരെയധികം കരഞ്ഞ് ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ദീർഘമായ സമയം കരയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി, ഒരു പൈശാചിക ശക്തി തന്നെ അലട്ടുകയാണല്ലോ എന്ന്. ഞാൻ പെട്ടെന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ശാസിച്ചു. അതിനുശേഷം താൻ ശാന്തനായി സമാധാനത്തോട് സംസാരിപ്പാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഹോളി ചർച്ചിൽ പോയി കിടന്നോളാൻ പറഞ്ഞ് ചർച്ചിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ അതിനുശേഷം ചിന്തിച്ചു, ഒരു യുവാവാണ്, മാനസികമായി ഇളകിയിരിക്കുന്ന ഒരു ഹൃദയം തനിക്കുണ്ട്, രാത്രിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്നറിയുന്നില്ല എന്ന് ചിന്തിച്ച് ഞാൻ രാത്രിയിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു പായ് വിരിച്ച് കിടന്നു. രാത്രി മുഴുവൻ സുഖകരമായി ഉറങ്ങി, കൂർഗം വലിച്ചുറങ്ങി. ഞാൻ ഒരു നിമിഷം പോലും ഉറങ്ങാതെ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രഭാതമായപ്പോൾ താൻ ശാന്തനായിരുന്നു. തന്നെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി 2 വർഷം എൻ്റെ കൂടെ താമസിച്ച് വിവിധ സ്ഥലങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. എന്നാൽ താൻ സുവിശേഷ പ്രവർത്തനം പോവുകയാണ്, ജോലി വിടുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുള്ളവരും ഒരു നിലവാരത്തിൽ വന്ന ശേഷം മാത്രം ജോലി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. ശുശ്രൂഷയിൽ വളരെ താല്പര്യമുള്ളവനായി ആദ്യം പാട്ട് പാടുവാൻ തനിക്ക് കഴിവുണ്ടായിരുന്നു, പാട്ട് പാടി. പിന്നീട് ദൈവവചനം സംസാരിപ്പാൻ മൈക്ക് കൊടുത്തു, സംസാരിച്ചു. ഒരു സൂര്യനെ പോലെ പെട്ടെന്ന് ഉദിച്ചു വരുന്ന ഒരു കാർമേഘം വന്ന് മൂടി സൂര്യൻ മറയുന്ന പോലെ താൻ മറഞ്ഞുപോയ അവസ്ഥയാണ് കഴിഞ്ഞ ഈ 8 വർഷത്തിന് ശേഷം ഇന്നലെ കേൾക്കുവാനിടയായിത്തുന്നത്. എനിക്ക് മനസ്സിൽ വളരെ ഭാരമും. ഞാൻ ധാരാളം ശവസംസ്കാര ശുശ്രൂഷ നടത്തുകയും പല ശുശ്രൂഷയ്ക്കും നേതൃത്വം വഹിക്കുകയും ചെയ്തു. കടന്നു പോകുവാനിടയായി തീർന്നു. മാത്രമാണ് താൻ കടന്നു പോകുന്നത്. ഇവിടെയുള്ള സഭയുമായി ബന്ധപ്പെടുകയാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആട്ടെ, ബന്ധപ്പെട്ട് സന്തോഷത്തോടെ പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ വളർച്ചയിലും ഇവിടുത്തെ കൂട്ടായ്മ വളരെ ജാഗ്രതമായി വളരെ ശക്തമായി പ്രവർത്തിക്കുവാൻ തനിക്കിടയായി തീർന്നു. ഞാൻ പല യോഗങ്ങൾക്കും പരസ്യയോഗങ്ങൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം
കൂട്ടിക്കൊണ്ടുപോകുവാനും സംസാരിപ്പാനും ഇടയായി തീർന്നു. തന്നെ ദൈവം എത്രത്തോളം ഉയർത്തിയല്ലോ. തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിക്കാനുണ്ടായിരുന്നുവെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം ഇതായിരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ദരിദ്രന്മാരോടുകൂടി ആയിരുന്നു, മരണത്തിൽ അവൻ മഹാന്മാരോടുകൂടി ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇത്ര മഹത്വരമേറിയ ഒരു ശവസംസ്കാര ശുശ്രൂഷയും അന്ത്യശുശ്രൂഷയും കൊടുക്കുവാൻ സഭയ്ക്ക് പ്രസാദം തോന്നിയുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ സമാധാനത്തിനും ആശ്വാസത്തിനുമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചു സമയം ക്രമീകരിച്ചെന്ന പ്രിയപ്പെട്ടവരോട് നന്ദി രേഖപ്പെടുത്തി ഒരു വാക്കുപസംഹരിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഉണ്ണികൃഷ്ണൻ എന്ന ഈ അനുഗ്രഹീത സുവിശേഷകൻ ഉടലെടുക്കാൻ ഒരു കാരണമായി ദൈവം ഉപയോഗിച്ച് ഈ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു രക്തത്തിൽ